നമസ്കാരം. മധ്യപ്രദേശിലെ ബുർഹാൻപൂർ കോട്ടയ്ക്കരികിൽ രാത്രിയിൽ വൻ ജനക്കൂട്ടം എത്തുന്നുവെന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വാർത്തകളിലൂടെ നമ്മൾ കേട്ടത്. കോട്ടയോട് ചേർന്ന് പലയിടത്തായി സ്വർണം കുഴിച്ചിട്ടുണ്ട് എന്ന അഭ്യൂഹം പരന്നതാണ് കാരണമായത്. മൊബൈൽ വെളിച്ചവും ടോർച്ചുമെല്ലാമായി എത്തുന്ന യുവാക്കൾ കോട്ടയോട് ചേർന്ന പ്രദേശം കുഴിച്ച് പരിശോധിക്കുകയാണ്. മൊബൈൽ വെളിച്ചത്തിൽ വ്യാപകമായി കുഴിയെടുക്കുന്ന യുവാക്കളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ബുർഹാൻപൂർ ജില്ലാ കളക്ടർ ഹർഷ് സിംഗ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഗോൾഡ് കോയിൻ തേടിയാണ് യുവാക്കൾ എത്തുന്നത് എന്നാണ് വിവരം. സംഭവത്തിലേക്ക് നയിച്ചത് ഒരു സിനിമയും അതിലെ കഥയും തന്നെയാണ്. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് അസീർഗഡ് കോട്ട. ബുർഹാൻപൂരിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയാണിത്. ഒരു വേള കോട്ടയുടെ നിയന്ത്രണം മുഗൾ ഭരണാധികാരികൾ പിടിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി. സ്വാതന്ത്ര്യത്തിന് ശേഷം കേന്ദ്ര സർക്കാരിലാണ് കോട്ടയുടെ പരിപാലനം ഉള്ളത്. നിലവിൽ പുരാവസ്തു വകുപ്പിനാണ് കോട്ടയുടെ ചുമതല. വിക്കി കൗശൽ നായകനായ വിവാദ ചിത്രം ചാവ ഈ കോട്ടയുമായി ബന്ധപ്പെട്ട കഥ പറയുന്നുണ്ട് എന്നാണ് അറിയുന്നത്. കോട്ടയ്ക്ക് ചുറ്റും സ്വർണം കുഴിച്ചിട്ടുണ്ട് എന്ന സിനിമ കണ്ടവർ വിശ്വസിച്ചു. ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തു. ഇതോടെയാണ് യുവാക്കൾ കൂട്ടമായി എത്തി കോട്ടയ്ക്കരികിൽ കുഴിച്ച് സ്വർണനിധി കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഒരു സിനിമ എത്രത്തോളം ആളുകളെ സ്വാധീനിക്കുന്നു എന്ന ചർച്ചകൾ പുരോഗമിക്കവെയാണ് ഈ ഒരു വാർത്തയും വന്നിരിക്കുന്നത്. അടുത്തിടെ ഇറങ്ങിയ സിനിമകൾ കണ്ട് കുട്ടികൾ വയലൻസിലേക്ക് തിരിയുന്നു എന്ന രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ വരികയാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു വാർത്തയും അല്ലെങ്കിൽ ഈ തരത്തിലുള്ള സംഭവങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ ഒരു മനുഷ്യനെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണങ്ങൾ കൂടിയായി മാറുകയാണ് ഇത്തരം സംഭവങ്ങൾ. ഏതായാലും ഈ സംഭവങ്ങൾക്ക് പിന്നാലെ ബുർഹാൻപൂർ കളക്ടർ ഹർഷ് സിംഗ് ഇടപെട്ടു. SDM സംഭവ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. എല്ലാ മണ്ണ് പരിശോധനയും നിർത്തിവെക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. പ്രദേശത്തേക്കുള്ള ജനങ്ങളുടെ പ്രവേശനവും നിരോധിച്ചിരിക്കുകയാണ്. ഈ മേഖല സർക്കാരിന്റെ ഉടമസ്ഥതയിലാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മൂല്യമുള്ള വസ്തുക്കൾ കണ്ടെത്തിയാൽ അത് സർക്കാർ കണ്ടുകെട്ടുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞിരിക്കുകയാണ്. മധ്യപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ പ്രദേശത്ത് സ്വർണനിധി തേടി വരുന്നുണ്ട് എന്ന് പ്രദേശവാസിയായ വസീം ഖാൻ അടക്കമുള്ളവർ പ്രതികരിക്കുകയാണ്. അദ്ദേഹം ഉദ്യോഗസ്ഥരെ വിവരം ധരിപ്പിച്ചിട്ടുണ്ട്. കുഴിയെടുത്ത് മണ്ണ് അരിച്ചു പരിശോധിക്കുന്ന യുവാക്കളുടെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിക്കുന്നത്. മെറ്റൽ ഡിറ്റക്ടറുമായിട്ടാണ് ചിലർ വരുന്നതെന്ന് പോലും പറയപ്പെടുന്നുണ്ട്. നിലവിൽ പ്രദേശത്ത് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ചുറ്റും കൃഷിഭൂമിയുള്ള പ്രദേശത്താണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. ആളുകൾ കൂട്ടമായി എത്തി കുഴിയെടുക്കാൻ തുടങ്ങിയതോടെ കൃഷിക്കാർ ആകെ പ്രതിസന്ധിയിലുമായിട്ടുണ്ട്. പുരാവസ്തു വകുപ്പ് പ്രദേശത്ത് വിശദമായ പരിശോധന നടത്താനും തീരുമാനിച്ചു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പുരാവസ്തുക്കൾ ലഭിച്ചാൽ സർക്കാരിന് അത് കൈമാറും. ഏതായാലും പുരാവസ്തു വകുപ്പും ഇത്തരത്തിൽ ഈ സിനിമാ കഥയെ വിശ്വസിച്ചോ എന്നുള്ള പരിഹാസങ്ങളും ഒരു ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്.